വെള്ളം പെയിന്റ് അടിച്ച ഗേറ്റ് നീ കയറ്റി അതോട്ട് കയറ്റിക്കോ. എത്ര നേരം അടിച്ചോ നോക്കിക്കണം നമ്മളെ. നിന്നെ കണ്ടില്ല ഞാൻ ഇപ്പൊ വിളിക്കാൻ വേണ്ടി റെഡി ആയിക്കായിരുന്നു. എന്റെ അങ്കിള് രാഷ്ട്രീയക്കാരനല്ലേ? എന്തൊരു കുണ്ടും കുഴിയ റോഡില്. അയ്യോ ഉണ്ടാകും മോളെ, ഞങ്ങളുടെ പാർട്ടിയിലല്ലോ അധികാരത്തിരിക്കുന്നത്. ഞങ്ങള് വരട്ടെ, എല്ലാം ശരിയാക്കി തരും. അങ്ങനെ പറ. നിന്റെ മമ്മി ഇപ്പൊ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അത്ര സുഖമായിരുന്നല്ലോ. ഇതാണ് നമ്മളെ വീട്. മോളോടോ മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, മോൾ ഈ വീട്ടിൽ ആദ്യമായിട്ടുണ്ട്. അതെ, വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം. നീ ആദ്യം കൊച്ചിന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നു. അതെ, ഇത് നിന്റെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. യാതൊരു അന്യതാബോധം വേണ്ട. നിന്റെ അച്ഛനും എന്തായാലും 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതുവരെ നിനക്കിവിടെ ഒരു കുറവില്ല, ഹാപ്പി ആയിട്ട് നോക്കാമെന്ന് നിന്റെ അമ്മയ്ക്ക്, അതായത് എന്റെ പെങ്ങൾക്ക് ഞാൻ വാക്ക് കൊടുത്തത്, അത് ഞാൻ പാലിക്കും. ഓക്കെ? ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട കേട്ടോ. നിനക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ. ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതിട്ട് വെച്ചേക്കുവായിരുന്നാ? പിന്നല്ലാണ്ട് ഗ്രേസി ആന്റി സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ കാപ്പിയ കുടിച്ചു. അപ്പൊ ഗ്രേസി ആന്റി മറ്റു ജോലികളൊക്കെ വേറെ ആരുടെങ്കിലും കൈ കൊണ്ടാണ് ചെയ്യുന്നത്? ട്രോളൊന്നും സ്വഭാവം ഉണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് ട്രോള്. നന്നായി. തമാശയൊക്കെ പിന്നെ പറയാ, കുടിക്ക്. അല്ല, ഇത് കോഫിയാണോ? എന്റെ പൊന്നാന്റി, നട്ടുച്ചയ്ക്ക് ആരെങ്കിലും കോഫി കുടിക്കുവോ? അങ്കിള് കുടിക്കോ? കുടിക്കോ ഇല്ലയോ? അല്ല മോളെ, തണുത്താണെങ്കിൽ കുറച്ചുകൂടെ നല്ലായിരുന്നു. പുറത്ത് ഭയങ്കര ചൂടല്ലേ അല്ലേ? അത് തന്നെ, എനിക്കും തണുത്ത എന്തെങ്കിലും മതിയല്ലോ. നീ ഉച്ചയ്ക്ക് ആരെങ്കിലും കോഫി, അതും ചൂട്. എന്റെ അമ്മ കണ്ടേ പിടിച്ചോ, എനിക്ക് വേണ്ട. തണുത്ത എന്തെങ്കിലും എടുത്തോ. അതെ, നിങ്ങളൊന്നും വന്നേ. ഞാൻ എന്താ വരുന്ന മോളെ. ഓഹോ, അങ്ങനെ വിളിച്ച് എന്റെ കുറ്റങ്ങൾ പറയാനല്ലേ? എനിക്ക് അറിയാം, മനസ്സിലായി. അയ്യാ, ഇവിടെ അങ്ങനത്തെ പദമൊന്നുമില്ല മോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി പറയാം. അതാണ് ഇത്. എന്നെ എന്തോ ഒരു സഹായത്തിന് വിളിക്കുന്നതാ അല്ലേ ഗ്രേസി? ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പണിക്കിടും.